ഹായ് ഗായ്സ്, ഞാൻ പിന്നെ വന്നു. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെയും ഞാൻ വന്നു. എല്ലാവരും എൻ്റെ വീഡിയോ കാണാതെ വിഷമിച്ചിരിക്കുമെന്ന് എനിക്കറിയാം. പക്ഷെ എന്തോ നിങ്ങൾ എൻ്റെ സാഹചര്യം മനസ്സിലാക്കണം. എനിക്ക് സമയം കിട്ടിയില്ല. പ്ലീസ്, ഇനി ഞാൻ സ്ഥിരമായിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കും. ഞാൻ ഉറപ്പ് പറയുന്നില്ല. എൻ്റെ ആരാധകർ വിഷമിക്കരുത്. ഇവിടെ UK ഭയങ്കര ചൂടാണ്. അതറിയാവുന്നവർ മാത്രമേ ഇത് കാണുന്നുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു ട്വിസ്റ്റ്. പക്ഷേ ഞാൻ പറയും, ഇതാരൊക്കെയോ കാണുന്നു എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിക്കും. സോറി, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഇത് ഒരുപാട് പേര് കാണുന്നൊരു പ്രോഗ്രാമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇടയ്ക്കിരുന്ന് ഇങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. ഓക്കെ. ഇങ്ങനെ ഭയങ്കര ചൂടില്ല, ഭയങ്കര സന്തോഷമുണ്ട്. ഇങ്ങനെ വെട്ടം, കാരണം ഒരു 10 മണി വരെ നമ്മുടെ ഇരുട്ടൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു നല്ല രസമുണ്ട്. ഞാൻ വന്ന സമയത്ത് അങ്ങനെയായിരുന്നു. ഇപ്പം ആ ഒരു സമയം എൻജോയ് ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഭയങ്കര ചൂടായതുകൊണ്ട് അങ്ങനെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമില്ല. എന്നും ജോലിക്ക് പോകുന്നു വരുന്നു, ഇവിടെ ഒന്ന് പാചകം ചെയ്യുന്നു. അപ്പോൾ ആ സമയത്ത് ഇച്ചിരി ചൂടുണ്ട്. പിന്നെ ജോലിക്ക് പോയിട്ട് വരുമ്പം വെട്ടം ഉണ്ട്, നടന്നു വരാൻ കുറേ സുഖമാണ്. അപ്പം അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അല്ലാതെ എൻജോയ് ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ എൻജോയ് ചെയ്യുന്നവരുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ ഏത് ലെവലിലാണോ നിൽക്കുന്നത് ആ ലെവലിൽ നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പം ഞാൻ നടന്നു വരുമ്പോൾ ഞാൻ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് വരുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ ഞാൻ ജോലി ചെയ്ത് എൻജോയ് ചെയ്യുന്നുണ്ട്. നടന്നു പോകുമ്പോൾ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. അവിടെ ചെന്നിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതെന്നും ഉള്ളതാണ്. അപ്പം അങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോകുന്നുണ്ട്. വേറെ പ്രശ്നമില്ല. പിന്നെ ഇവിടെ എൻ്റെ പിന്നെയുള്ള വിശേഷം എന്ന് വെച്ചാൽ എൻ്റെ ഗാർഡൻ അത് പഴയതുപോലെ തന്നെ. അതിൻ്റെ അടുത്തൊന്നും അന്ന് ഞാൻ ചെയ്ത പോലെ തന്നെ, വേറെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. പിന്നെ എൻ്റെ ആപ്പിൾ കുറച്ചുകൂടെ വലുതായി. ആപ്പിൾ കുറച്ചും കൂടെ വലുതായിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെന്താ, പിന്നെ എനിക്ക് വേറെ വലിയ വിശേഷമൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പറയാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ. അപ്പം എൻ്റെ അടുത്ത് ഇത് കാണുന്നവർ ചോദിക്കും, നിനക്ക് പറയാനൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ വീഡിയോ ഇടുന്നതെന്ന് എൻ്റെ അടുത്ത് നേരിട്ട് ചോദിച്ചു കേട്ടോ പലരും. ഞാൻ പറയുന്നില്ല ആരാന്ന്. പിന്നെന്താ, പിന്നെ എൻ്റെ കുറേ ഫാൻസ് ചോദിച്ചു ഞങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാം എൻ്റെ യൂട്യൂബ് ചാനൽ. അവരുടെ കൊച്ചുങ്ങൾ വരെ കാണിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാനത് ഏറ്റിട്ടുണ്ട്. പക്ഷെ എനിക്ക് പോകാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ പോയില്ല. നീ അതൊരു എപ്പിസോഡായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. കുറേ എപ്പിസോഡുകളായിട്ട്, ഒരു എപ്പിസോഡല്ല, കുറേ എപ്പിസോഡുകളായിട്ട്. പിന്നെ എന്താ പറയുക, കുറേ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ മാറ്റങ്ങൾ വരാനായിട്ട് ഇങ്ങനെ നമ്മൾ കാത്തിരിക്കണം. അങ്ങനെയൊക്കെ ഉള്ള ഒരു ലൈഫ് ചേഞ്ചിങ് മൂമെൻറ്റ് ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നല്ല, ഇങ്ങോട്ട് വന്ന ഒരു ലൈഫ് ചേഞ്ചിങ് മൂമെൻറ്റ് അതായിരുന്നു. ഫസ്റ്റ് എനിക്ക് ലൈഫ് ചേഞ്ചിങ് ആയിട്ട് തോന്നിയത് എൻ്റെ കല്യാണം, മാരേജ്. അത് കഴിഞ്ഞിട്ട് ലൈഫ് ചേഞ്ച് ആയതുപോലെ തോന്നി. ഫസ്റ്റ് കോളേജിൽ പോയപ്പോൾ കുറച്ച് ലൈഫ് ചേഞ്ചായി. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് കുറേ ചേഞ്ചായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു. അത് ഫസ്റ്റ് ബേബി ഉണ്ടായി കഴിഞ്ഞപ്പോൾ ചേഞ്ചായി. സെക്കൻഡ് ബേബി ഉണ്ടായി കഴിഞ്ഞപ്പോൾ ചേഞ്ച് ആകുമെന്ന് വിചാരിച്ചു, പക്ഷേ ചേഞ്ച് ആയില്ല. കുറേ കോംപ്ലിക്കേഷനൊക്കെ ഉണ്ടായിരുന്നു. ബേബിക്ക് കുറേ കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ചേഞ്ച് ആകുമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ ചേഞ്ച് ആയില്ല. ദൈവം എന്നെ വീണ്ടും രക്ഷിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ചേഞ്ച് ആയതാണ് ഇങ്ങോട്ട് വന്നത്. അപ്പം ഇങ്ങോട്ട് വന്നപ്പം കുറേ ചേഞ്ചസ് ഉണ്ടായിരുന്നു. ആദ്യം നമ്മൾ വേറൊരു രാജ്യത്ത് ആരും അറിയാത്തൊരു സ്ഥലത്ത് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന കുറേ കഷ്ടപ്പാടുകളുണ്ടായിരുന്നു. അതെല്ലാം ഓവർകം ചെയ്തു. അതായത് നമ്മൾ യൂസ്ഡ് ആവുന്നതാണ്. അത് ഓവർകം ചെയ്തെന്ന് വെച്ചാൽ ആ പ്രശ്നങ്ങൾ മാറിയെന്നല്ല, നമ്മൾ ആ പ്രശ്നങ്ങളുമായിട്ട് യൂസ്ഡായി. അത് ഓക്കെ ആയി. ഇപ്പം എനിക്കതില്ലാതെ പറ്റത്തില്ലെന്ന് ഞാൻ പറയത്തില്ല. ദൈവം അപ്പം എനിക്കത് തരും. അതുകൊണ്ട് ഞാൻ അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിന് അതൊരു ഓക്കെ ഇത്ര ഉള്ളൂ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലോട്ട് മാറിയിട്ടുണ്ട് എൻ്റെ മനസ്സ്. പിന്നെ ഇപ്പം നമുക്കൊരു കാര്യം ചെയ്യാൻ അറിയില്ലായിരുന്നു ആദ്യത്തെ സമയത്തൊക്കെ. ഇപ്പോൾ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാം എന്ന് വിചാരിച്ച് നമ്മളതൊന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള കുറേ വ്യത്യാസങ്ങൾ വന്നു. അല്ലാതെ ഫിനാൻഷ്യലി വലിയ വ്യത്യാസമൊന്നും വന്നില്ല ഇതുവരെയും. അതിനുവേണ്ടിയുള്ള ഓട്ടത്തിലാണ്. പക്ഷേ അതിനുവേണ്ടിയാണല്ലോ നമ്മളെല്ലാവരും ഓടുന്നത്. പിന്നെ ആഹാരം കഴിപ്പും ഇവിടെ നിർത്തും, അത് മാത്രമേ നടക്കുന്നുള്ളൂ. ആഹാരം കഴിപ്പും
പിന്നെ അത് തന്നെ ദൈവം നമ്മളെ സഹായിച്ചിരിക്കുക. അപ്പം അത് നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അതെല്ലാം ദൈവം നമ്മളെ അതൊക്കെ ദൈവത്തിൻ്റെ കാര്യം, ദൈവം അതൊക്കെ നോക്കിക്കോളും. നോ പ്രോബ്ലം. ഐ ഡോണ്ട് എനിക്ക് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. പിന്നെന്താ പറയുന്നത്, പിന്നെ നമ്മൾ എന്താ എപ്പോഴും നമ്മൾ ദൈവത്തിനെ, ഞാൻ ചുമ്മാ ഉപദേശിക്കാം നിങ്ങളെ കേട്ടോ, രസമല്ലേ നമുക്ക് ചുമ്മാ ഉപദേശിക്കുന്ന പോലെയൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയാം, അല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാനില്ല. അപ്പം നമ്മൾ എന്താ പറയുക, ഞാൻ ഉപദേശിക്കാം കേട്ടോ, ഞാൻ മോട്ടിവേറ്ററാണ് നിങ്ങളുടെ. നമ്മൾ ഇപ്പം ഒരു കാര്യം ചെയ്യാനൊരുങ്ങുമ്പോൾ ചിലപ്പം കുറേ നെഗറ്റീവ്സ് കുറേ ആൾക്കാർ പറയുമായിരിക്കും, പോസിറ്റീവ്സ് പറയുമായിരിക്കും. അപ്പം പിന്നെ ആരോടും പറയണ്ട, നമ്മൾ ഒറ്റയ്ക്ക് അങ്ങ് ചെയ്യുക. അതിൽ ചിലപ്പോൾ ദൈവം നല്ല കാര്യങ്ങളാണെങ്കിൽ ചെയ്യുക, അപ്പോൾ ദൈവം നമ്മളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ പിന്നെന്താ ഞാൻ മോട്ടിവേഷൻ തരേണ്ടത്? പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ ഫ്ലോപ്പായി പോവുമായിരിക്കും, ചില കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലോപ്പായി പോവുമായിരിക്കും. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക, അതിൻ്റെ പുറകെ ഇങ്ങനെ ഓടുക. അപ്പോൾ ചിലപ്പോൾ എപ്പോഴെങ്കിലും കിട്ടുമായിരിക്കും. ഞാൻ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ ചിലപ്പോൾ ഞാനങ്ങ് നിൽക്കും, ചിലപ്പോൾ ഞാൻ ഓടും, ചിലപ്പോൾ നിൽക്കും, ഓടും. പക്ഷേ ഇപ്പം ഞാൻ ഓടുന്നില്ല, ഞാനിപ്പോൾ ഇരിക്കുക, എനിക്ക് വയ്യ ഓടാൻ, ഞാൻ കുഴഞ്ഞു. അപ്പം അങ്ങനെ പിന്നെന്താ പറയുക, അങ്ങനെയൊക്കെ ഇങ്ങനെ ജീവിതം പോകും. എൻ്റെ ഉടുപ്പിലെ ഈ മൂങ്ങയാണോ ഇത്? ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? സൂപ്പറല്ലേ? അങ്ങനെ വേറെ ഒന്നുമില്ല എനിക്ക് പറയാൻ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പതിവ് പോലെ എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.